ക്രിക്കറ്റ് മൈതാനങ്ങൾ ഇന്ന് വെറുമൊരു പോരാട്ട വേദി മാത്രമല്ല, ആവേശഭരിതമായ ആഘോഷങ്ങളുടെ കൂടെ വേദിയാണ്. വിക്കറ്റുകൾ വീഴുമ്പോഴോ ബാറ്റ് കൊണ്ട് അർദ്ധ സെഞ്ചുറിയോ തികക്കുമ്പോഴോ കളിക്കാർ തങ്ങളുടെ കീശയിൽ നിന്ന് ഒരു ചെറിയ വെളുത്ത കടലാസ് തുണ്ട് പുറത്തെടുത്ത് ഉയർത്തിക്കാണിക്കുന്ന ഒരു പുതിയ ട്രെൻഡ് ഇന്ന് മൈതാനങ്ങളിൽ ആവേശമായി മാറിയിരിക്കുകയാണ്. എതിരാളികളുടെ മേൽ നേടിയ ആധിപത്യം ഒരു കൊച്ചു കടലാസിൽ കുറിച്ചിട്ടതുപോലെ തോന്നിപ്പിക്കുന്ന ഈ വേറിട്ട ആഘോഷം ഇന്ന് പല പ്രമുഖ താരങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു. എന്നാൽ ഈ മനോഹരമായ ആഘോഷത്തിന് തുടക്കം കുറിച്ച ആ ട്രെൻഡ് സെറ്റർ മറ്റാരുമല്ല, അത് സാക്ഷാൽ അഭിഷേക് ശർമ്മയാണ്. കഴിഞ്ഞ വർഷം തന്റെ ബാറ്റ് കൊണ്ട് വിസ്മയം തീർത്ത ആ ഐതിഹാസിക സെഞ്ചുറി പ്രകടനത്തിന് പിന്നാലെയാണ് അവൻ ആദ്യമായി ഈ ശൈലി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. നിറഞ്ഞ ഗാലറിയെ സാക്ഷിയാക്കി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അവൻ ആ വെളുത്ത കടലാസ് മൈതാനത്തേക്ക് ഉയർത്തിപ്പിടിച്ച ആ നിമിഷം, അതാണ് ഇതിലെ എക്കാലത്തെയും വലിയ ക്ലാസിക്. ഇന്ന് മറ്റുള്ളവർ മൈതാനത്ത് കാണിക്കുന്നതെല്ലാം ആ യഥാർത്ഥ ക്ലാസിക് ശൈലിയുടെ മനോഹരമായ തുടർച്ചകൾ മാത്രമാണ്. ആ ഐതിഹാസിക നിമിഷത്തിന് ശേഷം മൈതാനത്ത് അരങ്ങേറുന്ന വളരെ രസകരമായ മറ്റൊരു കാഴ്ച കൂടെയുണ്ട്. ഇരുവരും ഒന്നിച്ച് കളിക്കാനിറങ്ങുന്ന മിക്ക മത്സരങ്ങളിലും സൂര്യകുമാർ യാദവ് ഒരു പുഞ്ചിരിയോടെ അഭിഷേകിന്റെ കീശയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരതാറുണ്ട്. ഇന്നും വല്ല റെക്കോർഡുകളും കുറിച്ചിടാനുള്ള കടലാസുകൾ യുവതാരം പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സൂര്യകുമാർ യാദവിന്റെ ആ തമാശ കലർന്ന അന്വേഷണം ഈ ആഘോഷം കളിക്കാർക്കിടയിൽ എത്രത്തോളം ഹിറ്റാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. റണ്ണുകൾ കൊണ്ട് മാത്രമല്ല, തൻ്റെ ഈ വേറിട്ട ആഘോഷം കൊണ്ടും അഭിഷേക് ശർമ്മ ക്രിക്കറ്റ് ലോകത്ത് തൻ്റെതായ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്.